ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഒരു റിക്കേഴ്സീവ് ഫംഗ്ഷൻ ഒരു ഐഡിയൽ ഇൻറ്ററാക്റ്റീവ് എൻവയറമെൻറ്റിൽ റൺ ചെയ്യുന്നത്. ആദ്യമേ ഞാൻ ഡിസ്പ്ലേ റേഞ്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ റിക്കേഴ്സീവായിട്ട് എങ്ങനെ കോൾ ചെയ്യുന്നു എന്നുള്ളത് ലൈവായിട്ടൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരികയാണ്. ഞാൻ ആദ്യമേ ഡിഫൈൻ ഒരു ഫംഗ്ഷൻ ഡിസ്പ്ലേ റേഞ്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊടുക്കുന്നു. അതിൻ്റെ അകത്ത് 2 ആർഗ്യുമെൻറ്റ്സാണ് കൊടുക്കുന്നത്. ആദ്യത്തെ ആർഗ്യുമെൻറ്റ്സിനെ ലോവർ എന്നും രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ്സിനെ അപ്പർ എന്നും കൊടുത്തു. അതിനുശേഷം ഞാനൊരു കോളൻ വെക്കുന്നു. ദിസ് ഈസ് ദ സിൻടാക്സ് ഓഫ് ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ. അതിനകത്ത് നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? നേരത്തെ നമ്മൾ ഇറ്ററേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സിലെ ഒരു വൈൽ ലൂപ്പാണ് ഉപയോഗിക്കുന്നത്. വൈൽ ലൂപ്പിന് പകരം നമ്മൾ റിക്കേർഷനിലോട്ട് മാറ്റുമ്പോൾ ഇഫ് ഉപയോഗിക്കുന്നു. ഇഫ് ലോവർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അപ്പർ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉപയോഗിക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിനകത്തുള്ള ഈ ഡിസ്പ്ലേ റേഞ്ചിനകത്തുള്ള 2 പാരാമീറ്റേഴ്സ് ലോവറും അപ്പറുമാണ്. ഇതിനകത്ത് ഫസ്റ്റ് കണ്ടീഷൻ ഇഫ് ലോവർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അപ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് പ്രിൻറ്റ് ലോവർ പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതേ ഡിസ്പ്ലേ റേഞ്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ റിക്കേഴ്സീവായിട്ട് കോൾ ചെയ്യുന്നു. അതിനകത്ത് നമ്മൾ ജസ്റ്റ് കോളിംഗ് ദ ഫംഗ്ഷൻ ഡിസ്പ്ലേ റേഞ്ച് ലോവർ പ്ലസ് 1. ലോവറിൻ്റെ കറൻറ്റ് വാല്യൂ എത്രയാണോ അതിൽ കൂടുതൽ 1 കൂട്ടി. അപ്പറിനും ചേഞ്ചസ് ഒന്നുമില്ല. അപ്പർ അതുപോലെ തന്നെ വെച്ച് നമ്മൾ ദിസ് ഈസ് എ റിക്കേഴ്സീവ് കോൾ. ഡിസ്പ്ലേ റേഞ്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ റിക്കേഴ്സീവായിട്ട് കോൾ ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇതാണ് ഇതിനകത്ത് ദിസ് ഈസ് ദ ഫംഗ്ഷൻ. അപ്പോൾ ഞാൻ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, ഇത് ഇൻ്റർപ്രറ്റ് ചെയ്തു. ആദ്യമേ ഞാൻ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ ശ്രമിക്കുവാണ്. ഡിസ്പ്ലേ റേഞ്ച് ഓഫ് ഞാനൊരു 15,20 കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് എന്താണ്? 15 മുതൽ 20 വരെയുള്ള നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യണം. ദാറ്റ് ഈസ് ദ ഔട്ട്പുട്ട്. സോ ലെറ്റ് us see how it is. So it has displayed the numbers from 15 to 20. So this is a sample example program that demonstrates how to run a recursive function, that is display range function using the recursive call. ഞാനിനി ഒരു നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഒരു ചെറിയ എക്സാമ്പിളാണ് പൈത്തണിലൊന്ന് റൺ ചെയ്യുന്നത്. ദിസ് ഈസ് ആൻ ഐഡിയൽ എൻവയറമെൻറ്റ്. ഞാൻ അതിന് പേര് കൊടുക്കുന്നത് സമ്മേഷൻ എന്നുള്ള ഫംഗ്ഷനാണ് കൊടുക്കുന്നത്. അതിനകത്ത് നമ്മൾ 2 പാരാമീറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, ലോവർ അപ്പർ. അപ്പോൾ ഇതൊരു ഫംഗ്ഷൻ ഡെഫിനിഷനാണ്. ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുവാണ്. ഇതിനകത്ത് നമ്മൾ ഫോർ എക്സാമ്പിൾ സമ്മേഷൻ ഓഫ് 1,10 കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് എന്ത് കിട്ടണം? 1 + 2 + 3 എക്സെട്ര അപ് ടു 9 വരെയുള്ളതിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഇഫ് ഇതൊരു ടെർമിനേറ്റിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ബേസ് കണ്ടീഷൻ ഓഫ് ദ റിക്കേർഷനായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. ഇതാണ് ഇഫ് ലോവർ ഈസ് ലെസ് ദാൻ അപ്പർ. ഇത് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഞാൻ റിട്ടേൺ what I am going to do is while lower is greater than upper, less than അല്ല, while if lower is greater than upper ആണെങ്കിൽ return 0 കൊടുക്കുന്നു. ഓക്കെ. എൽസ് പാർട്ടിൽ എന്താണ്? റിട്ടേൺ ലോവർ പ്ലസ് summation of lower plus 1, upper. ഇതൊരു റിക്കേഴ്സീവ് കോളാണ്. ഇതിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവറിൻ്റെ ആദ്യത്തെ വാല്യൂ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സമ്മേഷൻ ഓഫ് 1,9 ആ കൊടുക്കുന്നതെങ്കിൽ ആദ്യം എന്താണ്? 1 പ്ലസ് അഗെയിൻ സമ്മേഷൻ ഓഫ് 2,10. അതിനകത്ത് പിന്നെയും വരുന്നത് ലോവർ ഗ്രേറ്റർ ദാൻ അപ്പർ ആണെങ്കിൽ റിട്ടേൺ 0, അല്ലെങ്കിൽ പിന്നെ എന്താണ്? പഴയ വാല്യൂ ലോവറിൻ്റെ വാല്യൂ കൂടെ കൂട്ടി ലോവറിൻ്റെ പുതിയ വാല്യൂ എന്താണ്? ദിസ് ഇസ് ദ ന്യൂ വാല്യൂ ഓഫ് ദി ലോവർ. സോ ഈ രീതിയിലാണ് നമ്മളിതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ലെറ്റ് us see നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊരു ഫംഗ്ഷൻ ഡെഫിനിഷനാണ്. ഞാൻ സമ്മേഷൻ ഓഫ് ഞാൻ ഒരു 1,5 കൊടുത്ത് നോക്കാം എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കാം. ഇതിന് 15 കിട്ടി. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 1 + 2 + 3 + 4. 1 + 2 is 3, 3 + 3 is 6, 6 + 4 is 10, 10 + 5 is
15. So 15 is the answer. So this is a sample example that illustrates how to find the sum of numbers using recursion. ഇനി നമ്മൾ സമ്മേഷൻ എന്ന് പറഞ്ഞ എക്സാമ്പിളിനകത്ത് എങ്ങനെയാണ് അതിൻ്റെ റിക്കേഴ്സീവ് കോൾസ് എങ്ങനെ നടക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഞാനിനി ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മളെന്താണ് ഞാൻ നേരത്തെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത എക്സാമ്പിളിൽ നമ്മൾ കോൾ ചെയ്തിരിക്കുന്നത് സബ്മേഷൻ ഓഫ് 1,5 ആണ്. ദിസ് ഈസ് എ ഫങ്ഷൻ കോൾ. ദിസ് ഈസ് ആക്ച്വലി എ ഫങ്ഷൻ കോൾ. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫങ്ഷൻ കോൾ എന്ന് പറയാം. അപ്പോൾ ഒരു ഫങ്ഷൻ കോൾ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കൺട്രോൾ എങ്ങോട്ട് പോകും? ഡെഫിനിഷൻ ഓഫ് ദ ഫങ്ഷനിലോട്ട് പോകും. അപ്പോൾ കൺട്രോൾ എങ്ങോട്ട് പോയി? ഈ പർട്ടിക്കുലർ കേസിൽ കൺട്രോൾ ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ഡെഫിനിഷൻ ഓഫ് ദ സം. അപ്പോൾ സമ്മേഷൻ്റെ ലോവറിൻ്റെ വാല്യൂ 1ഉം അപ്പറിൻ്റെ വാല്യൂ 5ഉം ആകും. അപ്പോൾ ലോവർ ഗ്രേറ്റർ ദാൻ അപ്പർ എന്നുള്ള കണ്ടീഷൻ ഫാൾസ് ആകുന്നു, എൽസ് കണ്ടീഷൻ ട്രൂ ആകുന്നു. അപ്പോൾ ഇതിനകത്ത് റിട്ടേൺ ലോവറിൻ്റെ വാല്യൂ 1 ആണ്. 1 പ്ലസ് സമ്മേഷൻ ഓഫ് ലോവർ പ്ലസ് 1. ലോവറിൻ്റെ വാല്യൂ ഇപ്പോൾ എത്രയാണ്? 2,5. അപ്പോൾ നേരെ എങ്ങോട്ട് പോകുന്നു? അഗെയിൻ ഗോ ടു ദി. സോ ദിസ് സമ്മേഷൻ ഓഫ് 2,5 ഈസ് എ റിക്കേഴ്സീവ് കോൾ. ഇതൊരു റിക്കേഴ്സീവ് കോൾ ആണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? സെയിം ഡെഫിനിഷനിൽ തന്നെ വരുന്നു. അതിനകത്ത് ലോവറിൻ്റെ വാല്യൂ ഇപ്പോൾ എത്രയായി? 2 ആയി. അപ്പറിൻ്റെ വാല്യൂ 5 തന്നെ. ലോവർ ഗ്രേറ്റർ ദാൻ അപ്പർ എന്നുള്ള കണ്ടീഷൻ ഫാൾസ് ആണ്. അപ്പോൾ എൽസ് പാർട്ട് ട്രൂ ആവും. അപ്പോൾ റിട്ടേൺ 2 പ്ലസ് സമ്മേഷൻ ഓഫ് 3,5. അപ്പോൾ നേരെ ഇവിടെ വരുന്നു, സമ്മേഷൻ ഓഫ് 3,5 വരുന്നു. ലോവർ ഗ്രേറ്റർ ദാൻ അപ്പർ എന്നുള്ള കണ്ടീഷൻ ഫാൾസ് ആണ്. അപ്പോൾ 3 പ്ലസ് സമ്മേഷൻ ഓഫ് 4,5. അപ്പോൾ കൺട്രോൾ എങ്ങോട്ട് വരുന്നു? സമ്മേഷൻ ഓഫ് 4,5. സെയിം ഡെഫിനിഷൻ, സെയിം ഫംഗ്ഷൻ ഡെഫിനിഷനിലോട്ട് തന്നെ വരുന്നു. അതിനകത്ത് ലോവറിൻ്റെ വാല്യൂ 4ഉം അപ്പറിൻ്റെ വാല്യൂ 5ഉം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? റിട്ടേൺ 4 പ്ലസ് സമ്മേഷൻ ഓഫ് 5,5. അപ്പോൾ നേരെ എങ്ങോട്ട് വരുന്നു? ഇവിടെ വരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സമ്മേഷൻ ഓഫ് 5,5ൽ എന്ത് സംഭവിക്കുന്നു? ലോവർ ഇസ് ഗ്രേറ്റർ ദാൻ അപ്പർ എന്നുള്ള കണ്ടീഷൻ സ്റ്റിൽ ഫാൾസ് ആണ്. അതുകൊണ്ട് 5 പ്ലസ് സമ്മേഷൻ ഓഫ് 6,5 കോൾ ചെയ്യുന്നു. അപ്പോൾ നേരെ കൺട്രോൾ ഇവിടെ തന്നെ സെയിം ഡെഫിനിഷനിൽ വരുന്നു. സമ്മേഷൻ ഓഫ് 6,5ൽ എന്ത് സംഭവിക്കുന്നു? സമ്മേഷൻ ഓഫ് 6,5ൽ എന്താണ്? ലോവർ ഗ്രേറ്റർ ദാൻ അപ്പർ എന്നുള്ള കണ്ടീഷൻ ട്രൂ ആകുന്നു. അപ്പോഴെന്ത് റിട്ടേൺ ചെയ്യുന്നു? 0 റിട്ടേൺ ചെയ്യുന്നു. 0 എങ്ങോട്ടാണ് റിട്ടേൺ ചെയ്യുന്നത്? ലാസ്റ്റ് കോൾ ചെയ്ത് ഇതിനകത്താണ് 0 റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ സമ്മേഷൻ ഓഫ് 6,5യുടെ വാല്യൂ എന്താവുന്നു? 0 ആകുന്നു. ഇതിൻ്റെ സമ്മ് 5 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ 5 ആണ്. ഈ 5 ഏതിലോട്ട് റിട്ടേൺ ചെയ്യുന്നു? അതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള കോൾ സമ്മേഷൻ ഓഫ് 5,5ൽ റിട്ടേൺ ചെയ്യുന്നു. സോ ഇറ്റ് വിൽ റിട്ടേൺ എ വാല്യൂ 5. ഇനി ഈ 4 പ്ലസ് 5 എന്ന് പറഞ്ഞാൽ 9 എന്ത് ചെയ്യുന്നു? 9 അതിൻ്റെ പ്രീവിയസ് കോൾ നടത്തിയിരിക്കുന്ന സമ്മേഷൻ ഓഫ് 4,5 ആണ്. അതിനകത്ത് ഈ 9 എന്ന് പറഞ്ഞ വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. സോ സമ്മേഷൻ ഓഫ് 4,5 വിൽ ഗെറ്റ് എ വാല്യൂ 9. ഇനി ഈ 9 പ്ലസ് 3 എത്രയാണ്? 12. 12 ഏതിലോട്ട് റിട്ടേൺ ചെയ്യുന്നു? അതിൻ്റെ പ്രീവിയസ് കോൾ നടത്തിയ സമ്മേഷൻ ഓഫ് 3,5ൻ്റെ വാല്യൂ 12 റിട്ടേൺ ചെയ്യുന്നു. ആ 12 ഇവിടെ സ്റ്റോർ ചെയ്യുന്നു. ഈ 12 പ്ലസ് 2 ഏതിലോട്ട് റിട്ടേൺ ചെയ്യുന്നു? അതിൻ്റെ പ്രീവിയസ് കോളിലോട്ട് വരുന്നു. ഇവിടെ എന്ത് വരുന്നു? 14 വരുന്നു. സമ്മേഷൻ ഓഫ് 2,5യുടെ വാല്യൂ 14 ആവുന്നു. ഇനി ഇതിനകത്ത് 1 പ്ലസ് 14 എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 15. ആ 15 എവിടെ റിട്ടേൺ ചെയ്യുന്നു? ഫസ്റ്റ് ഫംഗ്ഷൻ കോൾ നടത്തി ഇതിൻ്റെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് റിട്ടേൺ ചെയ്യുന്നു. സോ ഇറ്റ് വിൽ പ്രിൻ്റ് എ വാല്യൂ 15. സോ ദിസ് ഈസ് ദ വേ ഇൻ വിച്ച് ദ റിക്കർഷൻ വർക്ക്സ്. So this is a simple example that clearly demonstrates how the recursion works for this particular example. ഇനി ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫിബൊനാച്ചി സീരീസ് എന്ന് പറഞ്ഞ സംഭവം റിക്കർഷൻ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഫിബൊനാച്ചി സീരീസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് ദ ഫോം ലൈക്ക് ദിസ്. ആദ്യത്തെ ഫസ്റ്റ് എലിമെൻ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. സെക്കൻഡ് എലിമെൻ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ 1 ആണ്. തേർഡ് ടേം എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 എന്ന് പറഞ്ഞാൽ പ്രീവിയസ് 2 എലിമെൻസിൻ്റെ സമ്മ്, 2 ടേംസിൻ്റെ സമ്മാണ് തേർഡ് എലിമെൻറ്റ്സ്. ഫോർത്ത് എലിമെൻ്റ് എന്ന് പറഞ്ഞാൽ തേർഡ് എലിമെൻറ്റിൻ്റെയും സെക്കൻഡ് എലിമെൻറ്റിൻ്റെയും സമ്മാണ് ഫോർത്ത് എലിമെൻറ്റ്. ഫിഫ്ത്ത് എലിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർത്ത് എലിമെൻറ്റിൻ്റെയും തേർഡ് എലിമെൻറ്റിൻ്റെയും സമ്മാണ് ഫിഫ്ത്ത് എലിമെൻറ്റ്. സിക്സ്ത് എലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിഫ്ത്ത് എലിമെൻറ്റിൻ്റെയും ഫോർത്ത് എലിമെൻറ്റിൻ്റെയും സമ്മാണ്. അപ്പോൾ ഈ പ്രോബ്ലം ഇറ്റ് സെൽഫ് ഈസ് ഡിഫൈൻഡ് റിക്കേഴ്സീവ്ലി. ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ പ്രോബ്ലം റിക്കേഴ്സീവായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത. ഇനി ഈ പ്രോബ്ലത്തിൻ്റെ കേസ് വെച്ചിട്ട്
നമുക്ക് എങ്ങനെയാണ് ഒരു ഫിബൊനാച്ചി സീരീസിൻ്റെ, അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുവാണ്, ഐ വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ ഫിഫ്ത്ത് ടേം ഈ സിക്സ്ത് ടേം ഓഫ് എ ഫിബൊനാച്ചി സീരീസ്, ഫിബ് ഓഫ് 6 എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട വാല്യൂ എന്താണ്? ഈ കേസിൽ സിക്സ്ത് ടേം എന്ന് പറഞ്ഞാൽ 8 ആണ്. സോ വി ഷുഡ് ഗെറ്റ് എ വാല്യൂ 8. ഇനി ഫിബ് ഓഫ് 5 എന്ന് പറഞ്ഞാൽ കിട്ടേണ്ട വാല്യൂ എന്താണ്? ഫിഫ്ത്ത് ടേം ഓഫ് ദ ഫിബൊനാച്ചി സീരീസ്. അതെന്ത് കിട്ടണം? വിച്ച് ഈസ് ഈക്വൽ ടു, ഫിഫ്ത്ത് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? വാല്യൂ 5 ആണ്. ഈ ഫിഫ്ത്ത് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ദി ഫിഫ്ത്ത് ടേം ഓഫ് ദ ഫിബൊനാച്ചി സീരീസ് ഈസ് ദി സം ഓഫ് ദ ഫോർത്ത് ടേം. ഫോർത്ത് ടേം എന്ന് പറഞ്ഞാൽ ഫിബ് ഓഫ് 4 പ്ലസ് സം ഓഫ് ദ തേർഡ് ടേം. ഇങ്ങനെ എഴുതാം. ഇനി സിക്സ്ത് ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? സം ഓഫ് the fifth term plus fourth term. അപ്പോൾ ഫിബ് ഓഫ് 4 എത്രയാണ്? 4 എന്ന് പറഞ്ഞാൽ ഇത് 5 കിട്ടണം. അതിൻ്റെ കൂടെ ഫിബ് ഓഫ് 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 കിട്ടണം. ഇതായിരിക്കണം ഫിബ് ഓഫ് 6. ഓക്കെ, ഫിബ് ഓഫ് 4 എന്ന് പറഞ്ഞാൽ ഫോർത്ത് ടേം. ഫോർത്ത് ടേം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. ഫിബ് ഓഫ് 5 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിഫ്ത്ത് ടേം. ഫിഫ്ത്ത് ടേം എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 + 3 8 കിട്ടണം. ഫിബ് ഓഫ് 6 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടണം? 8 കിട്ടണം. സോ ദിസ് ഈസ് ദ പ്രോബ്ലം. ഇനി ഞാൻ ഇതെങ്ങനെ റിക്കേർഷൻ ഉപയോഗിച്ച് നമുക്കിത് സോൾവ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ലെറ്റ് us try this program by using Python shell. Python shell ഉപയോഗിച്ച് നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ലെറ്റ് us do it. ഞാൻ ആദ്യമേ ഫിബ് ഓഫ് n എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുവാണ്. ഡിഫൈൻ ഫിബ് ഓഫ് n സ്പേസ് കോളൻ. ഇതൊരു ഫംഗ്ഷൻ ഡെഫിനിഷനാണ്. ഇഫ് n ഈസ് ലെസ് ദാൻ 3, എന്നിൻ്റെ വാല്യൂ 3-നേക്കാളും കുറവാണെങ്കിൽ, 3-നേക്കാളും കുറവാണെന്ന്, ദിസ് ഈസ് ദ ബേസ് കണ്ടീഷൻ. എന്നിൻ്റെ നമ്പർ ഓഫ് ടേം, ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും എന്താണ്? 1 ആണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 3-നേക്കാൾ കുറവാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? എന്നിൻ്റെ വാല്യൂ ഒന്നുകിൽ 1 ആകാം, 2 ആകാം. ഇത് രണ്ടിൽ എന്താണെങ്കിലും എന്ത് കിട്ടണം? ഇറ്റ് ഷുഡ് റിട്ടേൺ എ വാല്യൂ 1. സോ ദർ ഇസ് എൻ എറർ. ഞാൻ അതിനകത്ത് ഇത് കൊടുത്തില്ല, അതുകൊണ്ടാണ്. ഐ എം ജസ്റ്റ് ടൈപ്പിംഗ് ഫിബ് ഓഫ് n. ഇഫ് n ഈസ് ലെസ് ദാൻ 3 ആണെങ്കിൽ ഞാൻ എന്ത് പറയുന്നു? സോ ഐ എം ജസ്റ്റ് പുട്ടിങ് എ കോളൻ ഹിയർ. റിട്ടേൺ 1. എൽസ് ആണെങ്കിൽ n ഗ്രേറ്റർ ദാൻ 3, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഐ എം കോളിങ് റിട്ടേൺ ഫിബ് ഓഫ് n minus 1 plus fib of n minus 2. Fib of n minus 1 plus fib of n minus 2. അപ്പോൾ ഇതിനകത്ത് എന്താണ്? ഫിബ് ഓഫ്, സോ ദിസ് ഫിബ് ഓഫ് n minus 1ഉം ഫിബ് ഓഫ് n minus 2ഉം റിക്കേഴ്സീവ് കോളാണ്. അതെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള കാര്യം ഞാൻ എൻ്റെ കൂട്ടത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇതാണ് ഞാനൊരു ഫിബൊനാച്ചി സീരീസിൻ്റെ ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നത്. സോ ദിസ് ഈസ് ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിഫ്ത്ത് ടേം എത്ര കിട്ടണം? ഫിഫ്ത്ത് ടേം ഓഫ് ദ ഫിബൊനാച്ചി സീരീസ് നമുക്ക് ഫിഫ്ത്ത് ടേം 5 കിട്ടണം അല്ലേ? അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. സോ ലെറ്റ് us try ഫിബ് ഓഫ്, ഞാനൊരു സിക്സ്ത് ടേം എന്ന് പറഞ്ഞാൽ നമുക്ക് 8 കിട്ടണം. സോ ഐ എം ജസ്റ്റ് പുട്ടിങ് ഫിബ് ഓഫ് 6. So we are getting the value 8. So fib of 8, സിക്സ്ത് ടേം എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 നമുക്ക് കൃത്യമായി കിട്ടി. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്, ഇതിൻ്റെ റിക്കേർഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. Let us try how this recursion works.
ഇനി ഞാൻ ലെറ്റസ് അസ്യൂം ദാറ്റ് ഫിബ് ഓഫ് 5 കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം നമുക്ക് ആക്ച്വലി കിട്ടേണ്ട വാല്യൂ എത്രയാണ്? വി നീഡ് ടു ഗെറ്റ് എ വാല്യൂ. ഫിബ് ഓഫ് 5 എന്ന് പറഞ്ഞാൽ വി ഷുഡ് ഗെറ്റ് എ വാല്യൂ. ഫിഫ്ത്ത് ടേം എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ വി ഷുഡ് ഗെറ്റ് എ വാല്യൂ 5. ഇതെങ്ങനെ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യമേ ഫിബ് ഓഫ് 5 കൊടുക്കുമ്പോൾ n ലെസ് ദാൻ 3, എന്നിൻ്റെ വാല്യൂ 5 ആണ്. 5 ലെസ് ദാൻ 3 എന്ന് പറഞ്ഞ കണ്ടീഷൻ ഫാൾസ് ആണ്. 3യേക്കാളും ചെറുതല്ല. അപ്പോൾ n ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3, ആ കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ റിട്ടേൺ ഫിബ് ഓഫ് n മൈനസ് 1, 5 മൈനസ് 1 ഈസ് 4, ഫിബ് ഓഫ് 4 പ്ലസ് ഫിബ് ഓഫ് 3. അപ്പോൾ അതിനകത്ത് ഇത് രണ്ടും റിക്കേഴ്സീവ് കോൾ ആണ്. അതിനകത്ത് ആദ്യത്തെ ഇതൊരു ലെഫ്റ്റ് അസോസിയേറ്റീവ് ആണ്, പ്ലസ് ലെഫ്റ്റ് അസോസിയേറ്റീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ റിക്കേഴ്സീവ് കോൾ ഫിബ് ഓഫ് 4 റൺ ചെയ്യും. ഫിബ് ഓഫ് 4ലോട്ട് വന്നു കഴിയുമ്പോൾ അതിനകത്ത് എന്ത് ചെയ്യുന്നു? ഇതിനകത്ത് 4 എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ 4 ഈസ് ലെസ് ദാൻ 3 എന്ന് പറഞ്ഞ കണ്ടീഷൻ ഫാൾസ് ആണ്. അപ്പോൾ അഗെയിൻ റിട്ടേൺ ഫിബ് ഓഫ് n മൈനസ് 1. n മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഫിബ് ഓഫ് 3 പ്ലസ് ഫിബ് ഓഫ് 2. ഇതിൽ ഫിബ് ഓഫ് 3 ആണ് പിന്നെ റൺ ചെയ്യുന്നത്. ഫിബ് ഓഫ് 3ലോട്ട് വരുമ്പോൾ എന്നിൻ്റെ വാല്യൂ 3 ലെസ് ദാൻ 3 എന്ന് പറഞ്ഞ കണ്ടീഷൻ ഫാൾസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഫിബ് ഓഫ് 2 പ്ലസ് ഫിബ് ഓഫ് 1 കോൾ ചെയ്യുന്നു. 3 മൈനസ് 1 2, ഫിബ് ഓഫ് 3 മൈനസ് 2 ഫിബ് ഓഫ് 1. ഇനി ഫിബ് ഓഫ് 2ലോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഫിബ് ഓഫ് 2വിനകത്ത് വെച്ചാൽ n ലെസ് ദാൻ 3 എന്ന് പറഞ്ഞ കണ്ടീഷൻ, 2 ലെസ് ദാൻ 3 എന്ന് പറഞ്ഞ കണ്ടീഷൻ ട്രൂ ആകുന്നു. ട്രൂ ആകുന്നതുകൊണ്ട് റിട്ടേൺ 1, ഫിബ് ഓഫ് 2വിൻ്റെ വാല്യൂ 1 ആകുന്നു. അപ്പോൾ ഈ റിട്ടേണിൽ ഫിബ് ഓഫ് 2വിൻ്റെ വാല്യൂ കിട്ടി. ഇനി അടുത്തത് ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ് ഫിബ് ഓഫ് 1. ഫിബ് ഓഫ് 1ൻ്റെ വാല്യൂ എന്താണ്? അഗെയിൻ ഇറ്റ് വിൽ ബിക്കംസ് 1. n ലെസ് ദാൻ 3 എന്ന് പറഞ്ഞ കണ്ടീഷൻ ട്രൂ ആകുന്നു. അതുകൊണ്ട് ദിസ് ഈസ് 1. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താണ്? ഫിബ് ഓഫ് 3യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1 ദറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ തേർഡ് ടേം ഓഫ് ദ ഫിബൊനാച്ചി സീരീസിൻ്റെ വാല്യൂ എന്തായി? 1 പ്ലസ് 1 2 ആയി. ഇനി ഇത് റിട്ടേൺ ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഫോർത്ത് ടേം. അപ്പോൾ ഫിബ് ഓഫ് 3യുടെ വാല്യൂ എന്ത് കിട്ടി? 2 കിട്ടി. ഇനി ഫിബ് ഓഫ് 2 ഇതിനകത്ത് ഫിബ് ഓഫ് 3 പ്ലസ് ഫിബ് ഓഫ് 2 ആണ്. ഫിബ് ഓഫ് 3യുടെ വാല്യൂ 2 കിട്ടി. ഇനി ഫിബ് ഓഫ് 2വിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യണം. ഫിബ് ഓഫ് 2വിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഫിബ് ഓഫ് 2വിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. 1 ആയതുകൊണ്ട് അവിടുന്ന് സോ 2 പ്ലസ് 1 നൗ ഇറ്റ് ബിക്കംസ് 3. ഫിബ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഫിബ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. 2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 3 എവിടെ റിട്ടേൺ ചെയ്യുന്നു? ഫിബ് ഓഫ് 4 വിൽ ഗെറ്റ് എ വാല്യൂ 3. ഇനി ഇവിടുന്ന് ഫിബ് ഓഫ് 4 3 കിട്ടി. ഫിബ് ഓഫ് 3 എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഫിബ് ഓഫ് 3യുടെ വാല്യൂ എന്ത് കിട്ടും? റിട്ടേൺ ഫിബ് ഓഫ് 2 പ്ലസ് ഫിബ് ഓഫ് 1. അതിന് ഫിബ് ഓഫ് 2 റൺ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? ഇറ്റ് വിൽ റിട്ടേൺ എ വാല്യൂ 1 ആൻഡ് ഫിബ് ഓഫ് 1 അഗെയിൻ വിൽ റിട്ടേൺ എ വാല്യൂ 1 ആൻഡ് 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഈ 2 റിട്ടേൺ ചെയ്യും. ഫിബ് ഓഫ് 3യുടെ വാല്യൂ 2 റിട്ടേൺ ചെയ്യും. സോ ഈ ഫിബ് ഓഫ് 5യുടെ വാല്യൂ എന്താണ്? ഫിബ് ഓഫ് 4ൻ്റെ ഓൾറെഡി 3 ആയി. ഫിബ് ഓഫ് 3യുടെ വാല്യൂ 2 ആയി. 3 plus 2 which will get 5. 5 will be returned to fib of 5. So this is the function call. So we will get a value 5. So this is the way in which a Fibonacci series works. ഇനി ഈ ഫിബൊനാച്ചി സീരീസ് ആയിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ റിക്കേർഷൻ ആയിട്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളൊരു ഫോർ ലൂപ്പ് എടുത്ത് കൊടുക്കണം. ഇറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് ഫോർ I in range of 5. 1 മുതൽ 5 വരെയുള്ള ഫിബൊനാച്ചി സീരീസ് പ്രിന്റ് ചെയ്യണമെങ്കിൽ റേഞ്ച് ഓഫ് 5 നമുക്ക് ക്യാൻ യൂസ് എ ഫോർ ലൂപ്പ് ഓർ എ വൈൽ ലൂപ്പ്. ഞാനകത്ത് ഫോർ ലൂപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ പൈത്തൺ കോഡ് ഐ എം ജസ്റ്റ് കോൾഡ് ഫിബ് ഓഫ് print fib of I. So this will print all these series like this. So like it will print the value 1, 1, 2, 3 as well as 5. ആദ്യമേ fib of 1 കണ്ടുപിടിക്കും. It will return a value 1. അത് പ്രിന്റ് ചെയ്യും. fib of 2 കണ്ടുപിടിക്കും. that will return a value 1 കിട്ടും. fib of 3 കണ്ടുപിടിക്കും. that will return a value 2 കിട്ടും. And fib of 4 കണ്ടുപിടിക്കും. it will return a value 3 and it will be printed. And fib of 5 കണ്ടുപിടിക്കും. it will return a value 5. And this is the way in which a Fibonacci series can be constructed. So this is a classic example which clearly demonstrates how to create the nth term of a Fibonacci series by using recursion. അപ്പോൾ റിക്കേർഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. സോ ദാറ്റ്സ് ഓൾ. ഞാൻ ഇനി
പറയാൻ പോകുന്നത് ഒരു പൈത്തൺ ഷെൽ ഉപയോഗിച്ച് നമുക്കൊരു ഫാക്ടോറിയലിൻ്റെ ഒരു റിക്കേഴ്സീവ് പ്രോഗ്രാം എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഞാനൊരു ഫാക്ടോറിയൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ഡിഫൈൻ ഫാക്ടോറിയൽ ഓഫ് n. ഇതൊരു ഫാക്ടോറിയൽ ഫംഗ്ഷനാണ്. ഇതിൻ്റെ ടെർമിനേറ്റിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ ബേസ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇഫ് n ഈസ് ഈക്വൽ ടു 0. 0 ഫാക്ടോറിയൽ നമുക്ക് എന്താണെന്നുള്ള കാര്യം അറിയാം. ഇഫ് n ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? റിട്ടേൺ 1. അല്ലെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? എൽസ് റിട്ടേൺ n ഇൻറ്റു, ഇതൊരു റിക്കേഴ്സീവ് കോളാണ്, ഫാക്ടോറിയൽ ഓഫ് n-1. n into factorial of n-1. This is the recursive call. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ദിസ് ഈസ് ഒരു ഫാക്ടോറിയലിൻ്റെ ഡെഫിനിഷനാണ്. ഈ ഫാക്ടോറിയലിനകത്ത് നമുക്ക് എങ്ങനെ ഇത് കിട്ടുമെന്നുള്ള കാര്യം നോക്കാം. നമ്മൾ ഫാക്ടോറിയൽ ഓഫ് 5, ഞാനൊരു 5 എന്ന് വെച്ചിട്ടുള്ള ഒരു ഫാക്ടോറിയലിനെ കോൾ ചെയ്യുന്നു. നമുക്ക് കിട്ടേണ്ട വാല്യൂ 120 ആണ്. സോ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ദ വാല്യൂ 120. സോ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള കാര്യം, ഇതിനകത്ത് കൺട്രോൾ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ള കാര്യം ഇറ്റ്സ് സിമിലർ ടു ദ തിങ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഇതേപോലെ തന്നെയാണ് പോകുന്നത്. ഇതിനകത്ത് ആദ്യമേ ഫസ്റ്റ് n-ൻ്റെ 5 ആണെങ്കിൽ 5 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 4 പോവും. ഫാക്ടോറിയൽ ഓഫ് 4-നകത്ത് 4 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 3 വരും. ഫാക്ടോറിയൽ ഓഫ് 3-ക്കകത്ത് 3 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 2 വരും. ഫാക്ടോറിയൽ ഓഫ് 2-നകത്ത് 2 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 1 കോൾ ചെയ്യും. ഫാക്ടോറിയൽ ഓഫ് 1-ൻ്റെ 1 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 0. ഫാക്ടോറിയൽ ഓഫ് 0 വരുമ്പോൾ 1 വരും. 1 ഇൻറ്റു 1 1 വരും. അതിങ്ങനെ റിക്കേഴ്സീവ് ആയിട്ട് തിരിച്ച് വന്ന് റിട്ടേൺ ചെയ്ത് ഫൈനലി യു വിൽ ഗെറ്റ് ദി 5 factorial. So this is the way in which to calculate the factorial of a number by using recursion. ഇത് ലൈവായിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. So thank you all.